ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്വിൻസ് വ്ലോഗ് ബൈ അബി ഗ്രീഷ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ഒരു ഗാഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ഒരു 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷോപ്പിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നും അത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സാധനം വേറെ ഒന്നുമല്ല, ഒരു CCTV ക്യാമറയാണ്. മെയിൻ ഇതിന് ഇൻസ്റ്റാളേഷൻ ഒന്നുമില്ല, ഭയങ്കര ഈസി ആയിട്ട് ഒരു അഡാപ്റ്റർ ഇട്ടുള്ള സോക്കറ്റും വൈഫൈയും മാത്രം മതി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ക്യാമറ. കാണാൻ ചെറുതാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഭയങ്കര കോമ്പാക്റ്റ് ആണ്. എൻ്റെ കയ്യിൻ്റെ ആ ഒരു വലിപ്പമേ ഉണ്ടാവുള്ളൂ. ഇത് ഏത് പ്രൊവിഷനിൽ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വീട്ടിലാണെന്നുണ്ടെങ്കിലും ഓഫീസിലാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ കിഡ്സ് ഉള്ള വീട്ടിൽ കിഡ്സ് റൂമിലാണെന്നുണ്ടെങ്കിലും പ്ലേസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മോഷൻ ഡിറ്റക്ഷൻ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെയാണ്. നമ്മൾ മോഷൻ ഡിറ്റക്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് വശത്തേക്ക് തിരിഞ്ഞാലും ക്യാമറ അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യും. ഇല്ല ഫോണിൽ ആപ്പ് യൂസ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൊട്ടേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏറ്റവും ഹൈലൈറ്റ് ഫീച്ചർ എന്നുള്ളത് 24/7 ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ലോകത്ത് എവിടെ നിന്നാണെങ്കിലും ഇതിൻ്റെ വിഷ്വൽസ് ആക്സസ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ഈസിയാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു അഡാപ്റ്റർ കുത്താനുള്ള ഒരു സോക്കറ്റും വൈഫൈയും മാത്രമുണ്ടെങ്കിൽ ഈ ക്യാമറ നമുക്ക് 24/7 വർക്ക് ചെയ്യിപ്പിക്കാം. ഇനി ഞാൻ ഈ ക്യാമിൻ്റെ ആപ്പ് കാണിച്ചു തരാം. അപ്പോൾ ആൻഡ്രോയിഡ് iOS ഒക്കെ അവൈലബിൾ ആണ്. ഈ ക്യാമിൻ്റെ ഈസി ക്യാം പ്ലസ് എന്ന് ആപ്പ് സ്റ്റോറിൽ അടിച്ചു കൊടുത്താൽ വരും. ഇത് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ക്യാമറ ഓൺലൈനാണോ ഓഫ്ലൈൻ ആണോ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ആ ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമറയുടെ ഉള്ളിൽ കുറേ ഫീച്ചേഴ്സൊക്കെ കാണിക്കും. ഇപ്പോൾ ലൈവാണ് കാണുന്നത്. ലൈവായിട്ട് ഞാൻ ഷോപ്പിലിരിക്കുന്നു, CCTV അവിടെ വർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ വിഷ്വൽസാണ് ഈ ക്യാമറയിൽ കണ്ടു. വിഷ്വൽ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല HD ക്വാളിറ്റി തന്നെ വിഷ്വൽസൊക്കെ കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ക്യാമറ അങ്ങാടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഈ വീഡിയോസൊക്കെ സേവ് ആവുന്നത് 2 മെത്തേഡാണ്. ഒന്ന് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ആ സബ്സ്ക്രിപ്ഷൻ 100 rupees per month ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് ഇട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ആപ്പ് ചെയ്തേക്കുന്നത് സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്താണ്. അപ്പോൾ പ്ലേ ബാക്ക് ഓപ്ഷനൊക്കെ ഉണ്ട്. അൺലിമിറ്റഡ് ആണ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ളത്. പിന്നെ ഈ കാണുന്ന പോലെ തന്നെ ഗാലറി, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഗാലറി വന്ന് നടക്കും. പിന്നെ തീം വേണമെങ്കിൽ തീം മാറ്റാം. പിന്നെ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സാണ്. നൈറ്റ് മോഡ് ഉണ്ട്, മോഷൻ ട്രാക്കിംഗ് ഉണ്ട്, മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, സൗണ്ട് ഡിറ്റക്ഷൻ ഉണ്ട്, സൈറൻ അലാം. ഇപ്പോൾ എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സൈറൻ വർക്ക് ചെയ്യിപ്പിക്കാം. ആ ക്യാമറയിൽ സ്പീക്കർ ഉള്ളതുകൊണ്ട് തന്നെ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ക്യാമറയിൽ ഈ ആപ്പിൽ തന്നെ പറയാനുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നുള്ള വേറെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്യാമറ കിട്ടുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു CCTV ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അറൗണ്ട് 20K പ്ലസ് ഒക്കെ കൊടുക്കേണ്ടി വരും. പ്രൈസ് റേഞ്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഈ ഒരു ബഡ്ജറ്റൊക്കെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരെയും വീട്ടിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ തന്നെയാണ്. ഇനി ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഈസി ആയിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി കാർഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കണം. ഈ സബ്സ്ക്രിപ്ഷനിൽ അൺലിമിറ്റഡ് സ്റ്റോറേജ് ആയതുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമ്മൾ പ്ലേ ബാക്ക് വീഡിയോയിലും ആവശ്യമുള്ള വീഡിയോസ് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലോ അല്ല സിസ്റ്റത്തിലോ സേവ് ചെയ്ത് വെക്കാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ്. ക്യാമറയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അത്രയ്ക്കുള്ളൂ ആ ക്യാമറയുടെ ഡീറ്റെയിൽസ്. വീഡിയോ നമുക്ക് ഈ ക്യാമറ ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ നമ്മുടെ ചാനൽ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.